സൂചിപ്പാറയിൽ മിക്ക ആൾക്കാരും പോയിട്ടുണ്ടാവും. കാരണം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം വയനാടായിരിക്കും. ഈ വയനാട്ടിൽ എടക്കൽ ഗുഹ, സൂചിപ്പാറ, മീൻമുട്ടി ഇവിടെയൊക്കെ ആയിരിക്കും മെയിനായിട്ട് എപ്പോഴും വരുന്നുണ്ടാവുക. ഞാനിവിടെ 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ ഈ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കണ്ട. കാരണം പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണിത്. അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാവരും അവിടെ ഇറങ്ങുക. പാർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ മാത്രം പോയിട്ട് അവർ മാത്രം തിരിച്ച് നടന്ന് വന്നാൽ മതിയല്ലോ. അപ്പോൾ കാലത്തൊരു 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ എന്തോ ആണ് ഇവിടുത്തെ സമയം. ഒരാൾക്കുള്ള എൻട്രി ഫീസ് 50 രൂപയാട്ടോ. അപ്പോൾ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടക്കാനായിട്ട് ഏകദേശം 1 കിലോമീറ്റർ എന്തോ ഉണ്ട്. കാട്ടിക്കൂടുള്ള യാത്രയാണല്ലോ. വയനാട് പിന്നെ ഫുള്ള് കാടല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് നടക്കാം. സൂചിപ്പാറയിൽ വരുന്ന സന്ദർശകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് 100 മുതൽ 300 അടി വരെ ഉയരത്തിൽ നിന്നും വീഴുന്ന വെള്ളച്ചാട്ടാട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴെ വീണ് ഒഴുകി വരുന്ന വെള്ളത്തിലാട്ടോ എല്ലാവരും ഈ അർമാദിക്കാൻ വേണ്ടി പോണത്. ഈ തടാകത്തിൽ നീന്താനും കളിക്കാനൊക്കെ പറ്റും. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റേ ഉള്ളൂ. പക്ഷേ ഒഴുക്ക് ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ താഴെ ചെറിയ ചെറിയ പാറക്കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ കാലൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ കല്ലിൽ ഭയങ്കര വഴുക്കലായിരിക്കും കേട്ടോ. പെട്ടെന്നൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ചന്തി കുത്തി താഴെ കിടക്കും. നല്ല വേദനയായിരിക്കും കേട്ടോ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പേഴ്സണലി എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള ബോട്ടിങ്, വെള്ളച്ചാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അപകടങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വെള്ളത്തിലാണ്. അപ്പോൾ വിനോദയാത്രകൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കഴിവതും ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പോകാനായി. ആ സമയമായപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ കൊണ്ട് നേരെ തിരിച്ച് നടക്കുകയാണ്. തട്ടുകടയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വരുമ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അർമാദിച്ച് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച്